ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ വൈകിട്ട്, അതായത് രാത്രിയോടുകൂടി, ആ ദേശത്തോടും പത്രക്കാരോടും ഒരു കോൺവെർസേഷൻ നടത്തി. ആൻ്റണി ബ്ലിങ്കൻ അവിടെയുണ്ട്, ഇസ്രായേലിലുണ്ട്. അദ്ദേഹത്തെ സംസാരിച്ച ശേഷമാണ് ഈ പത്രസമ്മേളനം നടത്തി. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഹമാസുമായിട്ട് ഒരു ക്രേസി രീതിയിൽ ഒരു നെഗോസിയേഷനോ മുമ്പോട്ടുള്ള പോക്കോ ഉണ്ടായിരിക്കുകയില്ല. അതായത് ഖത്തറും ഈജിപ്തും പാരീസ് ഉടമ്പടിയുമായിട്ട് വന്നു. കാരണം ഒരു ട്രൂസ്, ഒരു വെടിനിർത്തൽ, അത് ഹമാസ് അംഗീകരിച്ചു. അതായത് മുഴുവൻ ഹോസ്റ്റേജസിനെയും, അതായത് തടവിലാക്കപ്പെട്ട ഇസ്രായേലുകളെയും തിരിച്ചു കൊടുക്കാം. പിന്നെ വെടിനിർത്തലിൻ്റെ ചില പ്ലാനുകൾ പറഞ്ഞു ഹമാസ്, അവർ ഡിമാൻഡ് വെച്ചു. അതിനകത്താണ് ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളയും കൂടുതൽ വാക്കുകൂടെ പറഞ്ഞു. വിജയം വളരെ അടുത്തിരിക്കുന്നു, ഏകദേശം 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഹമാസിനെ കീഴടക്കും. ഈ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഇനി അതിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഹമാസ് കൊടുത്ത ഡിമാൻഡുകൾ? ഇസ്രായേൽ കഴിയുന്ന ഹമാസിൻ്റെ ജീവപര്യന്തം തടവ് ശിക്ഷ അവിടെ തടവിൽ കഴിയുന്നവരെ ഏകദേശം 200ഓളം പേരെ വിട്ടുകിട്ടണം. ഇതാണ് ഹമാസിൻ്റെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് 136 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടായിരിക്കണം. അതിനുള്ളിൽ ഇസ്രായേൽ സേന ഗാസ സ്ട്രിപ്പിൽ നിന്നും പിന്മാറണം. ഇത് രണ്ടും ഇസ്രായേലി ഭരണാധികാരികൾ ചെവിക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ തയ്യാറല്ല. അതിൻ്റെ കാരണം ബെഞ്ചമിൻ നെതന്യാഹു അതിനെ തുടർന്ന് പറഞ്ഞത്, ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നേരത്തെ ഒരു ഇസ്രായേലി പട്ടാളക്കാരന് വേണ്ടി 1000ഓളം തടവിലാക്കപ്പെട്ട ഹമാസുകാരെ വിട്ടു. ഇവർ പോയിട്ടാണ് ഇതേപോലെ ഏകദേശം 10-20 വർഷം മുമ്പ് ഇതുണ്ടായത്. ഇപ്പോഴത്തെ ഹമാസിൻ്റെ നേതാക്കളിൽ പലരും അന്ന് റിലീസ് ചെയ്തവരായിരുന്നു. ഇനി അതേപോലെ ഒരു ഭയപ്പെടുത്തൽ, അതായത് ഒരു പട്ടാളക്കാരനെ അല്ലെങ്കിൽ 100 പേരെയോ അല്ലെങ്കിൽ 100ഓളം ഇസ്രായേലികളെ കൊണ്ടുപോയിട്ട് ഇത്രയും ഹമാസ് ആളുകളെ തിരിച്ചു കൊടുക്കണം എന്നതിനോട് യോജിക്കാൻ പറ്റുകയില്ല. ഇതാണ് ഇവർ അസന്നിഗ്ധമായിട്ടും ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ആൻ്റണി ബ്ലിങ്കനും ഈ ഒരു നിർദ്ദേശമായിട്ടാണ് വന്നത്, അതും തള്ളിക്കളഞ്ഞു. അതായത് ബെഞ്ചമിൻ നെതന്യാഹും ഇസ്രായേലും ഹമാസുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അപ്പോൾ അവർ പറയുന്നത്, റാഫ എന്ന് പറയുന്ന ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു സിറ്റി മാത്രമേ ഇനി അവർക്കത് പിടിച്ചാൽ മതി. അത് ഇന്നത്തെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് രാവിലെ അതിനകത്തോട്ട് കയറാൻ തുടങ്ങി. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലി ഫോഴ്സ് വളരെ പവർഫുള്ളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അതിൻ്റെ മുമ്പിൽ, അതായത് ഹമാസ് പറയുന്ന പോലെ പാലസ്തീൻ അവർ പറയുന്നത് ഏകദേശം 28,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൻ്റെ ഫോഴ്സിൻ്റെ കറക്റ്റ് കണക്കുകളും എല്ലാം അവർ തന്നെ ഡേറ്റയായിട്ട് പത്രസമ്മേളനത്തിൽ കൊടുത്തു. ഏകദേശം 138 സൈനികരാണ് ഗ്രൗണ്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിന് നഷ്ടപ്പെട്ടത്. ഇനി മറ്റൊരു സംഭവം, ഇന്നലെ അമേരിക്ക ഇറാഖിൽ ഹിസ്ബുൾ ഖത്തലീബ് എന്ന് പറയുന്ന ഒരു മിലിഷ്യ ഗ്രൂപ്പ്, ഇറാൻ്റെ ഒരു മിലിഷ്യ ഗ്രൂപ്പാണ്, അവരുടെ പ്രോക്സിയാണ്. അതിൻ്റെ കമാൻഡറെ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞു. അതായത് അമേരിക്ക അവിടുത്തെ ആക്ഷൻ ശക്തമായിട്ട് പോവുകയാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അപ്ഡേറ്റ്, ഈ പറയുന്ന ഹൂത്തികൾ പുറകോട്ട് മാറാൻ തുടങ്ങി. കാരണം ഭയന്നുപോയി. കാരണം അവരുടെ സ്റ്റോറേജും അവർ വെച്ചിരിക്കുന്ന വെയർ ഹൗസിൽ ഈ ഭൂമിക്കടി കുഴിച്ചിട്ടിരുന്ന് ഈ ബോംബുകളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതായത് യമനിൽ അമേരിക്കയും UK കൂടെ ബോംബ് ചെയ്തപ്പോൾ യമൻ ഏതാണ്ട് തീകോളം പോലെ മാറി. കാരണം അവരുടെ ഈ വെച്ചിരുന്ന വെയർ ഹൗസിൽ വെച്ചിരുന്ന ബോംബുകൾ ഉൾപ്പെടെയാണ് തെറിക്കുന്നത്. ഇപ്പോഴാണ് ഹൂത്തിക്ക് പിടികിട്ടിയത് അമേരിക്ക എന്ന് പറയുന്ന ഫോഴ്സ് ഏത് രീതിയിലുള്ള ഫോഴ്സ്, അത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ലിറ്ററലി പിടികിട്ടി. അവരും പേടിച്ചു പോയി.
നിങ്ങൾ എല്ലാ ദിവസവും കണ്ടു കാണും ഈ വാർ തുടങ്ങിയിട്ട് ഈ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഹിസ്ബുള്ളയുടെ നേതാക്കൾ ടെലിവിഷൻ സ്ക്രീനിൽ വന്നിട്ട് അവരിപ്പോൾ പാഠം പഠിപ്പിക്കും, നാളെ പാഠം പഠിപ്പിക്കും എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഹിസ്ബുള്ളയുടെ അനക്കമില്ല. ഏകദേശം ഹിസ്ബുള്ളയുടെ 3800ഓളം സൈനികരെയാണ്, അതായത് അവരുടെ പോരാളികളെയാണ്, തീവ്രവാദികളെയാണ് ഇസ്രായേൽ കൊന്നത്. അതായത് മനസ്സിലാക്കേണ്ട സംഭവം, എന്തുകൊണ്ട് അവർ പുറത്ത് വരാതെ, പുറത്ത് വന്നു കഴിഞ്ഞ് എവിടാന്ന് പിടി കിട്ടുന്നു അവിടെ കൊണ്ട് ബോംബ് ചെയ്യുന്നു. ഈ രീതിയിലായി മാറി. ഇനി മറ്റൊരു വിഷയം, ഇറാനിലുള്ള ഓഫീസേഴ്സ്, അതായത് ഡിഫൻസിൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമിയുടെ ഓഫീസേഴ്സ്, പട്ടാളത്തിലെ ഓഫീസേഴ്സ്, അവർ ഇറാൻ വിട്ട് പുറത്തോട്ട് പോകുന്നില്ല. അവർ സിറിയയിൽ പോയാലും ലെബനനിൽ പോയാലും എവിടെ പോയാലും അവരുടെ പുറകിലാണ് ഇസ്രായേലി സേനയും അമേരിക്കൻ സേനയും. എപ്പോഴാണ് ഇവരുടെ മേളിൽ ബോംബ് വീഴുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം ഉണ്ടായൊരു സംഭവം സിറിയയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, രാത്രിയിൽ വളരെ എവിടെയും പ്രകാശമില്ലാത്ത രീതിയിൽ ഒരു 3-4 ഓഫീസേഴ്സ്, ഈ ഇറാനിയൻ ഓഫീസേഴ്സ് ബെയ്റൂട്ടിലോട്ട് വരുന്നു. അവിടെ വെച്ചാണ് വീണ്ടും ബോംബിടുവാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവരെവിടെ പോയാലും ഇവരുടെ പുറകിലുണ്ട്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസും ഇസ്രായേലി ഇൻ്റലിജൻസും വളരെ ആക്റ്റീവായി ആ ഏരിയയിൽ ഇവർക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായി മാറി. ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് ഇതേപോലെയുള്ളൊരു ട്രൂസ് വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് വന്നത്? ഈജിപ്തിൻ്റെ എക്കോണമി തകരുകയാണ്. അതായത് അവർ കറൻസിയുടെ ഡീവാലുവേഷനായി, അവിടുത്തെ എക്കോണമി തകരുന്നു. അതേപോലെ തന്നെ സൂയസ് കനാൽ ഈ റൂട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡായി മാറിയത്, അതായത് ഏറ്റവും കൂടുതൽ, കാരണം ഇതിൻ്റെ പണം കിട്ടിക്കൊണ്ടിരുന്നത് ഈജിപ്തിനാണ്, ഫോറിൻ കറൻസി ആയിരുന്നു. ആ പണം കിട്ടാതായി, എക്കോണമി തകരുന്നു. അവിടുത്തെ ഡെമോക്രസി പോലും വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറുകയാണ്. ഈ മിഡിൽ ഈസ്റ്റ് ഇഷ്യൂ ഉണ്ടായപ്പോൾ ആദ്യം എല്ലാവരും ധരിച്ചത് ഇസ്രായേലിൻ്റെ പ്രശ്നമായിരിക്കും, അമേരിക്കയ്ക്ക് പ്രശ്നമായിരിക്കും. ഇപ്പം നേരെ ആ പിച്ചങ്ങ് മാറി, അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നമായി മാറി. അവരുടെ എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി, അവരുടെ സാധനങ്ങൾക്ക് വില കൂടാൻ തുടങ്ങി, ജനങ്ങൾക്ക് പ്രശ്നമായി മാറി. കാരണം ഷിപ്മെൻ്റ് പോകുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുന്നു, അമേരിക്ക റിട്ടാലിയേഷൻ നടത്തുന്നു, ഇസ്രായേലി അറ്റാക്ക് ഒരു ഭാഗത്ത്, അതേപോലെ ഹമാസിന് അവരുടെ അറ്റാക്ക് വേറൊരു ഭാഗത്ത്, അത് ഹൂത്തികൾ വേറെ ഭാഗത്ത്, ഹിസ്ബുള്ള വേറെ ഭാഗത്ത്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം ഈ മിഡിൽ ഈസ്റ്റ് എക്കോണമി, അവിടുത്തെ രാജ്യങ്ങൾ പെട്ടുപോയി. ഇതാണ് അവസാനം ആദ്യം ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് തുടങ്ങിയ സമയത്ത്. അൾട്ടിമേറ്റ്ലി ഇത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് എഫക്റ്റ് ആവാൻ പോകുന്നത്. ഈ 14,000 കിലോമീറ്റർ ദൂരെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറിക്കിടക്കുന്ന അമേരിക്ക, ഈ ഹൂത്തികൾ വിചാരിച്ചാലും ഹമാസ് വിചാരിച്ച് ഇറാനും വിചാരിച്ച് എന്ത് കുന്തം ചെയ്യാൻ പറ്റും? ഇതാണ് അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അത് അവർക്ക് പോലും പിടികിട്ടുന്നില്ല ഈ സംഭവം. അതേപോലെ ഇസ്രായേലിലെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് അമേരിക്ക. അതേപോലെ ഇസ്രായേലിലെ പ്രൊഫഷണൽ ആർമിയാണ്, അവരെ തൊടാൻ പറ്റത്തില്ല ചില ഏരിയയിലൊന്നും കയറി. അവസാനം എന്തോ ഹിസ്ബുള്ളയുടെ ലെബനൻ്റെ ഭാഗത്ത് ഇസ്രായേലി ഫോഴ്സ് ഡിപ്ലോയിഡാണ്. ഏത് സമയത്ത് ലെബനനിൽ കയറാം, ഏത് സമയത്ത് ഹിസ്ബുള്ളയെ അടിക്കാം. ലിറ്ററലി പറയുവാണെങ്കിൽ ഇറാനും ഭയന്നു. കാരണം 80 ടാർജറ്റ് അമേരിക്ക ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിറിയയിലും ഈ അതേപോലെ ജോർദാൻ്റെ സൈഡിലായിട്ടും പിന്നീട് ഈ ഇറാഖിലും ലിറ്ററലി ഭയന്ന് പോയത് ഇറാനാണ്. കാരണം ഇറാന് പിടികിട്ടി ഇതേപോലൊരു അറ്റാക്ക് ഇറാനിൽ വരുവാണെങ്കിൽ ഇറാൻ തീർന്നു പോകും. കാരണം ഇറാൻ്റെ ഫോഴ്സ് അത്രമാത്രം പ്രൊഫഷണൽ അല്ല, ഈ വെപ്പൺ ഇതേപോലെ അഡ്വാൻസ്ഡും അല്ല. ഇതാണ് ഇപ്പോഴത്തെ വാറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്.